ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് അടുത്തൊരു പാർട്ടിലേക്കാണ് പോകുന്നത് അല്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സിന് നമ്മൾ ആരെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു? സ്റ്റേമെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സ്റ്റേമെൻസിൻ്റെ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്? ഗൈനീഷ്യത്തെക്കുറിച്ച് അല്ലേ. സോ പിസ്റ്റിൽ ഈ ഒരു പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലേ. റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ സ്ട്രക്ചേഴ്സ്, അതായത് ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഈ രണ്ട് ആളുകളെ കുറിച്ചാണ് നമ്മൾ നമ്മൾ ആദ്യം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവരാണ് നടത്തുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം. റെഡി? അപ്പോൾ നമ്മൾ സ്റ്റേമെൻസിൻ്റെ കാറ്റഗറി നമ്മൾ കഴിഞ്ഞു. റെഡി? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗൈനീഷ്യത്തെ കുറിച്ചാണ്. റെഡി? ഗൈനീഷ്യം എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗൈനീഷ്യം എന്ന് പറയുമ്പോൾ ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് എന്താണ്? നമ്മൾ പിസ്റ്റൽ എന്ന് പറയുന്നു. അപ്പോൾ അതിൽ സ്റ്റൈൽ, സ്റ്റിഗ്മ, ഓവറി ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അല്ലേ മക്കളെ. അത് നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് ഇന്ന് പഠിച്ച് ക്ലിയർ ആക്കണം. സെറ്റല്ലേ നിങ്ങൾ? റെഡി അല്ലേ? സോ നിങ്ങൾ നോട്ട് ചെയ്യണം, പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. റെഡി? ശ്രദ്ധിച്ചോ. പിസ്റ്റൽ അല്ലെങ്കിൽ ഗൈനീഷ്യം ഇന്നർ മോസ്റ്റ് വേൾഡ് ഓഫ് ദി ഫ്ലവർ അല്ലേ. ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള വേൾഡാണ്. റെഡി? അപ്പോൾ ഇന്നർ മോസ്റ്റ് വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് എന്താണ്, ഒരു എന്താ പറയുക, സെൻട്രൽ പാർട്ട് എന്ന് പറയാം നമുക്ക് അല്ലേ. ഒരു മെയിൻ ആയിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ നമുക്ക് പിസ്റ്റലിനെ അല്ലെങ്കിൽ ഗൈനീഷ്യത്തെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിലാരൊക്കെ അടങ്ങിയിട്ടുണ്ട്? അതിന് നമ്മൾ ടോട്ടാലായിട്ട് വിളിക്കുന്നത് എന്താണ്? കാർപ്പൽസ് എന്നാണ്. കാർപ്പൽ which is consisting of stigma, style and ovary. അപ്പോൾ ആരൊക്കെയാണ് മക്കളുള്ളത്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. അപ്പോൾ ഇത്രയും ആളുകൾ അതിലുണ്ട് അല്ലേ മക്കളെ. അപ്പോൾ എന്തൊക്കെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവർ കാണിക്കാൻ നമുക്ക് നോക്കാം. റെഡി? സോ ഓവറി എന്ന് പറയുമ്പോൾ മെനി ഒവ്യൂൾ, അതായത് മെഗാസ്പൊറാഞ്ചിയ മെയിൻലി ആണ്. ഒവ്യൂൾ മെഗാസ്പൊറാഞ്ചിയ ആണ്. അതായത് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് മക്കളെ? മെഗാസ്പൊറാഞ്ചിയ. റെഡി? അതെന്താണ് ഇവിടെ? മെഗാസ്പൊറാഞ്ചിയ അറ്റാച്ച്ഡ് ടു എ ടിഷ്യൂ ഇൻസൈഡ് ഓവറി, അല്ലെങ്കിൽ ഇൻസൈഡ് ഓവറി അറ്റാച്ച്ഡ് ടു, അത് പ്ലാസൻ്റെ ഇങ്ങനെ അറ്റാച്ച്ഡ് കുഷ്യൻ പോലത്തെ റീജിയൻ അല്ല, നമ്മൾ ഫസ്റ്റ് പഠിച്ചാണ്. കുഷ്യൻ പോലത്തെ റീജിയൻ ഓവേറിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ ലൊക്യൂൾസ് എന്ന് പറയും. ലൊക്യൂൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. റെഡി? ഓവറി മെയിൻലി ഒവ്യൂൾ, അതായത് മെഗാസ്പൊറാഞ്ചിയ ആണ് മക്കളെ. റെഡി? അത് അറ്റാച്ച്ഡ് ടു എന്താണ്? ടിഷ്യൂ ഇൻസൈഡ് ഓവറി, ഒരു ടിഷ്യൂവിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഓവറിയിൽ. അതായത് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു ടിഷ്യൂവിൽ അവിടെ അറ്റാച്ച്ഡ് ആയിരിക്കും. റെഡി? ഇങ്ങനെ ഒരു ടിഷ്യൂവിൽ അവിടെ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം. റെഡി അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? നമുക്ക് പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. റെഡി? ഇനി നോക്ക്, പ്ലാസൻറ്റേഷൻ. നമ്മൾ പറഞ്ഞു അവിടെ പ്ലാസൻറ്റേഷൻ, പ്ലാസൻറ്റ എന്ന് പറഞ്ഞത് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചു. ഒരു കുഷ്യൻ പോലുള്ള സ്ട്രക്ചർ അല്ലേ മക്കളെ. പലതരം പ്ലാസൻറ്റേഷൻ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾസ് ഓൺ എന്താ പറയുക ഇൻ ഓവറി. അതുപോലെ ഒവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് നമുക്ക് ആക്സിയൽ ഉണ്ട്. നമ്മൾ പല രീതിയിൽ പഠിച്ച ഓർമ്മ ഉണ്ടോ? ആക്സിയൽ പ്ലാസൻറ്റേഷൻ ഒക്കെ നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ മക്കളെ? ഇങ്ങനെ ആക്സിയൽ പ്ലാസൻറ്റേഷൻ, പഠിച്ച ഓർമ്മയില്ലേ? ഇങ്ങനെ ഒരു പ്ലാസൻറ്റേഷൻ നമ്മൾ പഠിച്ച ഓർമ്മയില്ല. ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് പഠിച്ച ഓർമ്മയില്ലേ? പെരിറ്റൽ പ്ലാസൻറ്റേഷൻ, ഇതൊക്കെയാണ് പ്ലാസൻറ്റേഷൻ ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ഒവ്യൂൾസ് ഓവറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. ക്ലിയർ? റെഡി? ഇനി നോക്ക്, നമ്പർ ഓഫ് ഒവ്യൂൾസ് എന്താണ്? ഇൻ എൻ ഓവറി മേ ബി വൺ ആവാം, മേ ബി വൺ ആവാം. ഒരു ഓവറിൽ ഒരു എന്താ പറയുക ഒവ്യൂൾ ആവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. മേ ബി ഇൻ വീറ്റ്, പാഡി, അവിടെ എല്ലാം ഒന്നേ ഉള്ളൂ. ടു മെനി എന്ന് പറയുമ്പോൾ കുറേ എണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ കേസിൽ ആരൊക്കെ ഉണ്ടാവും? പപ്പായ, വാട്ടർമെലൺ, ഓർക്കിഡ്സ്. അപ്പോൾ വീറ്റിൻ്റെ കേസിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഇത് ചെറിയൊരു വിത്ത് പോലെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കൺസിഡറേഷൻ നമ്മൾ പപ്പായൻ്റെ കേസിലും അതുപോലെ തന്നെ വാട്ടർമെലൻ്റെ കേസൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കുറേ ഉണ്ടാവുന്നുണ്ട്. റെഡി? അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് ഒവ്യൂൾസ് ഇൻ എൻ ഓവറി മേ ബി വൺ. ഇൻ കേസ് ഓഫ് ആരൊക്കെയാണ് മക്കളെ? വീറ്റിൻ്റെയും പാഡിൻ്റെയും ഒക്കെ കേസിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് ഒവ്യൂൾസ് ഇൻ ഓവറി? നമ്പർ ഓഫ് ovules in ovary may be 1. ആരുടെ കേസിലാണ് 1 ആയിട്ടുണ്ടാവുക? വീറ്റ്, പാഡി, മാംഗോ. ഇനിയോടാ
ഇനി മെനി, അതായത് എന്താ പറയുക, നമ്പർ ഓഫ് ഒവ്യൂൾസ് ഇൻ ആൻ ഓവറി ടു മെനി ആണെങ്കിൽ, കുറേ അധികം ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആരുടെയൊക്കെ കേസിൽ പറയാം നമുക്ക്? പപ്പായ, പിന്നെ വാട്ടർമെലൺ, പിന്നെ ഓർക്കിഡ്സ് ഉണ്ടാവും. റെഡി? വാട്ടർമെലൺ ഉണ്ട്, ഓർക്കിഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേടാ? റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ഗൈനീഷ്യത്തിൻ്റെ കേസിൽ ഓവറിൻ്റെ പ്ലാസൻറ്റേഷൻ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. റെഡി? യെസ്. ഇനി നോക്ക്, മോണോ കാർപ്പിലറി അല്ലെങ്കിൽ എന്താ പറയുക, മൾട്ടി കാർപ്പിലറി നോക്കാം നമുക്ക്. റെഡി? സിൻ കാർപ്പസ് എന്ന് പറയുമ്പോൾ പിസ്റ്റൽ ഫ്യൂസ്ഡ് ടുഗെദർ ആണ് അല്ലേ മക്കളെ? സിൻ കാർപ്പസ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ +1 വിട്ടതാണ്. ഓക്കെ, സിൻ കാർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്? പിസ്റ്റൽസ് ഫ്യൂസ്ഡ് ടുഗെദർ അല്ലേ? റെഡി? പിസ്റ്റൽസ് ഫ്യൂസ്ഡ് ടുഗെദർ ആണ്. അപ്പോ കാർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീ ആണ്. അവിടെ ഫ്യൂസ്ഡ് അല്ല, അത് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. ക്ലിയർ? ശ്രദ്ധിക്കുക, നമുക്കിവിടെ ചിത്രം കാണാം. ഓക്കെ, നമുക്കിവിടെ കണ്ടോ സ്റ്റിഗ്മേൻ്റെ കേസിൽ നിങ്ങൾ കാണിച്ചു. സ്റ്റിഗ്മ, ഇതാണ് സ്റ്റിഗ്മ. ഈ ആളുകൾ സ്റ്റൈല് കണ്ടോ ഈ ഒരു ഫിലമെൻ്റ് പോലെയുള്ള. ഇനി സ്റ്റിഗ്മേൻ്റെ കേസിലാണ് ഇവിടെ എന്താണ്? ഫ്യൂസ്ഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത്. പിസ്റ്റൽസിൻ്റെ നോക്ക്, പിസ്റ്റൽസ് ഫ്യൂസ്ഡ് ടുഗെദർ ആൻഡ് മറ്റേത് ഫ്രീയുമാണ്. എങ്ങനെയാണ് ഇത് ഫ്യൂസ്ഡ് ആണെങ്കിൽ എന്താണ് മക്കളെ? സിൻ കാർപ്പസ് ആണോ? ഫ്യൂസ്ഡ് ആണെങ്കിൽ എന്താ നമ്മൾ പഠിച്ചത്? ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻ കാർപ്പസ് ആണ്. റെഡി? അപ്പോൾ ഇവിടെ എന്താണ്? സിൻ കാർപ്പസ് ആയി ഇവിടെ ഇങ്ങനെ ഫ്യൂസ്ഡ് ആയിട്ടാണ് പിസ്റ്റൽസ് കാണപ്പെടുന്നത്. റെഡി? പിന്നീട് നമുക്ക് കണ്ടോ ഇതൊക്കെ ഓപ്പൺ ആണ്, ഇതൊക്കെ സിംഗിളായി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് കാർപ്പൽസ്. ഓക്കെ, ഇതൊക്കെ കാർപ്പൽസ് എന്ന് പറയും. നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. കാർപ്പൽസ് നമ്മൾ ടോട്ടലായിട്ട് ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അത് അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. റെഡി? ഇനി നമ്മളൊരു ഒവ്യൂളിൻ്റെ കേസിൽ പറയുമ്പോൾ നോക്കടാ, ഇതൊരു ഒവ്യൂളാണെന്ന് കൺസിഡർ ചെയ്യാം. ഒവ്യൂളാണ്. ഓക്കെ, റെഡി? അതിന് ഫസ്റ്റ് തന്നെ ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാവും, ന്യൂസെല്ലസ് ഉണ്ടാവും, പിന്നെ ഈ ഒരു എൻ പോയിന്റ് കണ്ടോ നിങ്ങൾ, അത് നമ്മൾ ചലാസൽ പോൾ എന്ന് പറയും. ആൻഡ് ഇവിടെയുള്ള ഒരു സ്റ്റാർട്ടിങ് ഇവിടെ കണ്ടോ, ഇങ്ങനെ ഒരു ബെൻഡിങ്, ഇങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ബെൻഡിങ് പോർഷൻസ്, അത് നമ്മൾ ഹൈലം എന്ന് പറയും. ഹൈലം. ഇനിയോ ഇവിടെയുള്ള സ്റ്റാർട്ടിങ് പോയിന്റിലെ മക്കളെ അതിന് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നു. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഒക്കെ പോകുന്ന മൈക്രോഫൈൽ റീജിയൻ ആണ്. മൈക്രോഫൈലാർ റീജിയൻസ് ഉണ്ട്. ഔട്ടർ ഇൻറ്റഗ്മെന്റ്, ഇന്നർ ഇൻറ്റഗ്മെന്റ്, ഔട്ടർ ലെയർ, ഇന്നർ ലെയർ, ടെസ്റ്റ, ടെഗ്മ എന്നൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? അത് തന്നെ സംഭവം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല മക്കളെ മെയിനായിട്ട് എന്താ സംഭവം എന്ന്? ജസ്റ്റ് ഒരു ട്രാൻസ്ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു മെംബ്രെയിനസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗൈനീഷ്യം. റെഡി? അപ്പോൾ ഗൈനീഷ്യത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലായിട്ട് പറയുമ്പോൾ ഇവിടെ ഓവറി ഉണ്ട്. കണ്ടോ? ഓവറി ഒരു തലാമസ് റീജിയനിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ടിഷ്യൂവിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പല ആക്സിയൽ പ്ലാസൻറ്റേഷൻ ആവാം, അല്ലെങ്കിൽ പെരൈറ്റൽ പ്ലാസൻറ്റേഷൻ ആവാം, എന്ത് തരം പ്ലാസൻറ്റേഷൻ ആവാം. അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾസ്, ഇതിൻ്റെ അകത്താണ്, ഓവറിനകത്താണ് നമ്മൾ ഒവ്യൂൾസ് ഉണ്ടാവുക. ക്ലിയർ? അത് നേരെ കണക്ട് ചെയ്യുന്ന എന്ത് വഴി? അതായത് സ്റ്റൈലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒരു ഫിലമെന്റ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുക. അത് അറ്റാച്ച്ഡ് വിത്ത് സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസ് ഒക്കെ എന്താ പറയുക, പോളൻ ഗ്രെയിൻസ് അല്ല, അത് നമ്മുടെ ഇവിടെ എന്താണ് മെഗാസ്പോറാഞ്ചി. ഓക്കെ, മെഗാസ്പോറാഞ്ചിൻ്റെ കേസാണ് ഇത് പറയുന്നത്. അത് മൈക്രോസ്പോർ അല്ലേ, പോളൻ ഗ്രെയിൻസ് അല്ല. അത് എന്തിലാണ്? ആൻഡ്രിയത്തിൻ്റെ കേസിലാണ്. അപ്പോൾ ഇത് സ്റ്റിഗ്മയാണ് അവിടെ ഉണ്ടാകുന്നത്. എന്താണ് സ്റ്റിഗ്മ? ഇത് നിങ്ങൾക്ക് ഹിബിസ്കസിൻ്റെ ഒക്കെ കേസിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഒരു പൂ പോലെയുള്ള ടോട്ടലായിട്ട് ഇങ്ങനെ. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. റെഡി അല്ലേ മക്കളെ? ഇനി നോക്ക്, അപ്പോ കാർപ്പസും തിൻ കാർപ്പസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകണം. റെഡി? അപ്പോ കാർപ്പസ് എന്ന് പറയുമ്പോൾ ദ ഫ്ലവർ ഹാസ് സെവറൽ ഫ്രീ ഓവറീസ്. നമുക്കറിയാം ഫ്രീ ആയിട്ടുള്ള ഫ്യൂസ്ഡ് അല്ല, അതുകൊണ്ട് ഫ്രീ തന്നെയാണ്. ദർ ഈസ് സിംഗിൾ ഓവറി. ഇവിടെയാണെങ്കിലോ ഒരു സിംഗിൾ ഓവറി ഉണ്ടാവും. ഇവിടെ സെവറൽ ഫ്രീ ഓവറീസ് ഉണ്ട്. ഇവിടെ ഓവറീസ് എങ്ങനെയാണ്? സെവറൽ ഫ്രീ ഓവറീസ് ആണ്. ഇത് ഓവറിൻ്റെ കേസാണ് പറയുന്നത്. സിൻകാർപ്പസും അപ്പോകാർപ്പസ് ഓവറിൻ്റെ കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ? ഫ്ലവർ ഹാസ് സെവറൽ ഫ്രീ ഓവറീസ് ഇൻ കേസ് ഓഫ് അപ്പോകാർപ്പസ് ആൻഡ് ദർ ഇസ് എ സിംഗിൾ ഓവറി ഇൻ എന്താണ് മക്കളെ? സിൻകാർപ്പസിൻ്റെ കേസിൽ. ക്ലിയർ? ഇനി നോക്ക്, ഇറ്റ് ഈസ് ഓൾവേസ് യൂണിലോക്കുലാർ. ഈ യൂണിലോക്കുലാർ ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് യൂണിലോക്കുലാർ. ഇറ്റ് ക്യാൻ ബി എന്താണ്? യൂണിലോക്കുലാർ ഓർ മൾട്ടി ലോക്കുലാർ. യൂണിലോക്കുലാർ ആവാം അല്ലെങ്കിൽ മൾട്ടി ലോക്കുലാർ ആവാം. ഓൺ മെച്യൂരിറ്റി ഇറ്റ് ഫോംസ് എന്താണ്? ഫ്രൂട്ട്ലെറ്റ് ഓഫ് എഗ്രിഗേറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട്. നമ്മളെ ചക്കയൊക്കെ പോലെ, ചക്കയിലൊക്കെ കണക്കുണ്ടല്ലേ ഇങ്ങനെ,
അതേപോലെ ഇനി ഇനോൺ മെച്യൂർഡ് ഫോം സിമ്പിൾ ഫ്രൂട്ട് മാംഗോൻ്റെ ഒക്കെ കേസ് നമുക്ക് പറയാൻ പറ്റും, സിമ്പിൾ ഫ്രൂട്ടായിട്ട്. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ഇതിലധികം ഒന്നും കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ്സ്? റെഡി. ഇനി നോക്കടാ, മെഗാസ്പോറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾ അല്ലെങ്കിൽ എന്താ പറയുക അനാട്ടോട്രോപ്പസ് കണ്ടീഷൻ. ഈ കണ്ടീഷനാണ് അനാട്ടോട്രോപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ചെരിഞ്ഞ് വെക്കുന്നത്, അതിങ്ങനെ തിരിച്ചാവാം, പല ഷേപ്പിൽ പല രീതിയിലാവാം. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിലെ പഠിക്കാനുള്ളൂ. നമുക്കിവിടെ അതുകൊണ്ട് ഞാൻ അനാട്ടോട്രോപ്പസ് ജസ്റ്റ് ഫോർ ബീൻ എന്ന് പറയുക എൻട്രൻസിനൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാവുന്ന രീതിയിൽ എഴുതുക. സോ മെഗാസ്പോറാഞ്ചിയം ഇതിൻ്റെ സ്ട്രക്ചർ നോക്കും മക്കളെ നിങ്ങൾ. റെഡി? അപ്പോൾ നേരത്തെ നമ്മൾ തിരിച്ചു വെച്ചിട്ടുള്ളത് കണ്ടോ? നേരത്തെ സ്ട്രക്ചർ നമ്മൾ കണ്ടോ? നേരത്തെ ഇത് കണ്ടോ? ഇത് വേറൊരു ടൈപ്പിലാണ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ അനാട്ടോട്രോപ്പസ് ടൈപ്പാണ്. ഇങ്ങനെ കണ്ടാൽ അനാട്ടോട്രോപ്പസ്. റെഡി? നോക്കടാ, ഇതിൽ നമ്മൾ പറഞ്ഞ ടോപ്പ് പോയിന്റ് എന്താണ്? ചലാസ മെംബ്രെയിൻ, ചലാസ റീജിയൻ, മൈക്രോഫൈൽ റീജിയൻ. ഇനിയോ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താണ്? നമ്മുടെ സൈനർജിഡ്സ് ഇവിടെ ഉണ്ട്. സൈനർജിഡ്സും ഒരു എക്സലും നമുക്ക് കാണാം. റെഡി? കാണാലോ. ഇനിയോ ഇവിടെ എന്താണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. റെഡി? ഡെഫിനറ്റ് ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ആൻറ്റിപോഡൽ സെൽസ് ഉണ്ടല്ലോ ഇവിടെ, ആൻറ്റിപോഡൽ ആയിട്ടുള്ള സെൽസ് ഉണ്ടല്ലോ മക്കളെ. ആൻറ്റിപോഡൽ സെൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ റാഫേ എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. ഈ റീജിയൻ കണ്ടോ? റെഡി? ന്യൂസെല്ലസ് ആണ് ഈ റീജിയൻസ് ഒക്കെ. ഇതൊക്കെ ന്യൂസെല്ലസ് എന്നാ പറയാം. ഇത് കണ്ടോ? ഔട്ടറും ഇന്നറുമായിട്ടുള്ള ടെസ്റ്റാറ്റിക് ഇൻറ്റഗ്മെന്റ്സ് നമ്മൾ പറയുന്നില്ലേ, അത് തന്നെ. ഇനി ഇത് കവേർഡ് ചെയ്യുന്നത് എന്തിലാണ് മക്കളെ? ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ. അതിന് നമ്മൾ പേരിട്ടു എംബ്രിയോ സാക്ക് എന്ന്. എന്താ പേരിട്ടത്? എംബ്രിയോ സാക്ക് എന്ന്. പിന്നീട് നമുക്ക് സൈനർജിഡ്സും ഉണ്ട്, എക്സലും ഉണ്ട്. കണ്ടോ? പിന്നെ കണ്ടോ ഈ ഒരു ലെയർ കണ്ടോ? ഇങ്ങനെയുള്ള ഒരു നെക്ക് റീജിയൻ പോലെയുള്ള, അതിന് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞു. ഈ ഒരു പാർട്ടില്ലേ മക്കളെ, ഈ ഒരു പാർട്ട് നമ്മൾ ഹൈലം എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഒരു ഓവറിൻ്റെ പാർട്ട് എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കണം. ഇത് വരച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് വരക്കേണ്ടത്? സിമ്പിളാണ്. ഇങ്ങനെ വരച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ പെന്നിൻ്റെ കളർ മാറ്റി നോക്കുക. റെഡി? ശ്രദ്ധിച്ചോ? ഫസ്റ്റ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, റെഡി? വരച്ചല്ല മക്കളെ? ഇനി അതിന് കൺസിഡർ ആയിട്ട് നമ്മുടെ ന്യൂസെല്ലസിൻ്റെ റീജിയൻ വരയ്ക്കുന്നു. ന്യൂസെല്ലസ് വരയ്ക്കുന്നു. ക്ലിയർ ആയിട്ട് ന്യൂസെല്ലസ് വരയ്ക്കുന്നു. റെഡി? ക്ലിയർ അല്ലേ മക്കളെ? ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് ഓരോരോ ലെയർ വൈസ് ആയിട്ട് ഇനി തുടങ്ങാം. സാർ വരയിൽ ഭയങ്കര സംഭവം, അതുകൊണ്ടാട്ടോ. റെഡി? ക്ലിയർ? ഇനി നോക്ക്, അതേപോലെ അടുത്ത ഒരു രീതിയിൽ നമുക്ക് വരച്ചു വെക്കണം. ക്ലിയർ? അപ്പം നമ്മുടെ മൈക്രോഫിലിൻ്റെ ഏകദേശം ഒരു വഴിയായിട്ട് നമുക്ക് കിട്ടിയല്ലോ. റെഡി? അത് കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടോ ഈ റീജിയൻ? കണ്ടോ നിങ്ങൾ? ഇവിടെയാണ് നമ്മുടെ റാഫേ റീജിയൻ വരുന്നത്. ഇതിങ്ങനെ തന്നെ വരച്ച് പഠിക്കണേ മക്കളെ, തന്നെ വരച്ച് പഠിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് പഠിക്കട്ടോ. അനുസരിച്ചോ, നമ്മുടെ അകത്ത് ആരൊക്കെയുണ്ട്? ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സൈനർജിഡ്സ് ഉണ്ട്, ഒരു എക്സൽ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പഠിച്ചിട്ട് ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? റെഡി?
ശ്രദ്ധിച്ചോ? ഇനി നോക്ക്, ഇനി നമുക്ക് ഓരോരോ പാർട്ടിനെ കുറിച്ച് എടുത്ത് പഠിക്കാം. റെഡി അല്ലേ നിങ്ങൾ? ഓരോരോ പാർട്ടിനെ കുറിച്ച് നമുക്കിനി എടുത്ത് പഠിക്കാം. റെഡി? എടാ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഫ്യൂണിക്കിൾ. എന്താണ് ഫ്യൂണിക്കിൾ? നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഓവറിൻ്റെ കേസിലാണ്, ഓവ്യൂളിൻ്റെ കേസിലാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് നമ്മൾ പഠിച്ച ഫ്യൂണിക്കിൾ. എന്താണ് ഫ്യൂണിക്കിൾ? ദ ഓവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു എ പ്ലാസൻറ്റ ബൈ മീൻസ് ഓഫ് എ സ്റ്റോക്ക് കോൾഡ്. എന്താണ് ഫ്യൂണിക്കിൾ? അതായത് നമ്മൾ ഓവ്യൂള് എന്താണ് പ്ലാസൻറ്റയിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നില്ലടാ. ആ അറ്റാച്ച്മെന്റിന് കാരണമാവുന്ന ആളാണ്, സ്റ്റോക്കിന്റെ പേരാണ് എന്ത്? ഫ്യൂണിക്കിൾ എന്ന്. നമ്മുടെ പ്ലാസൻറ്റയിൽ ഓവ്യൂൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിന് സ്റ്റോക്ക് വേണം, വേണ്ടേ? അതിന്റെ പേരാണ് എന്ത്? ഫ്യൂണിക്കിൾ എന്ന്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? റെഡി? ഇനി നോക്ക്, ഹൈലം എന്താ നോക്കാം നമുക്ക്. ദ ബോഡി ഓഫ് ഓവ്യൂൾ ഫ്യൂസസ് വിത്ത് ഫ്യൂണിക്കിൾ ഇൻ ദ റീജിയൻ കോൾഡ് ഹൈലം. അതായത് ബോഡി ഓഫ് ദി എന്താണ് ഫ്യൂളും ഈ ഫ്യൂണിക്കിളും ഫ്യൂസ് ചെയ്യുന്ന ഒരു റീജിയൻ ഇല്ലേ മക്കളെ, അതിന് നമ്മൾ ടോട്ടലായിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഫ്യൂണിക്കിൾ ഇവിടെ ഉണ്ടാവും, നമ്മുടെ ഒവ്യൂൾ ഇവിടെ ഉണ്ടാവും. അത് രണ്ടും ഇങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാ നമ്മുടെ ഒവ്യൂൾ ഇവിടെ ഉണ്ട്, നമ്മളെ ഫ്യൂണിക്കിൾ ഉണ്ട്. അത് രണ്ടും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റ് നമ്മൾ ഇത് ഫ്യൂണിക്കിൾ, ഇത് നമ്മൾ ഒവ്യൂൾ, ഇതൊന്ന് അറ്റാച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? The body of ovule fuses with funicle in the region called hilum. അതായത് the junction between ovule and funicle എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഹൈലമാണ്. The junction between ovule and funicle. Clear? ഇനി നോക്ക്, ഇന്റഗുമെന്റ്സ്. ഇന്റഗുമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? Each ovule has one or two protective envelopes called integuments. ഇന്നർ ആൻഡ് ഔട്ടർ ഇന്റഗുമെന്റ്സ് ഇല്ലേ, നമ്മുടെ ടെസ്റ്റാടെഗ്മ സീഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് അതേ തന്നെ ഇവിടുത്തെയും ടെസ്റ്റാടെഗ്മ ഒക്കെ തന്നെയാണ്, സെയിം പേര് തന്നെയാണ്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഈച്ച് ഓവ്യൂൾ ഹാസ് വൺ ഓർ ടു പ്രൊട്ടക്റ്റീവ് എൻവലപ്സ് കോൾഡ് ഇന്റഗുമെന്റ്സ്. ഇന്നറും ഉണ്ടാവും ഔട്ടറും ഉണ്ടാവുന്ന ഇന്റഗുമെന്റ്സ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? റെഡി? ഇനി മൈക്രോഫൈൽ എന്താണ് മക്കളെ? The integuments leave a small opening at the end of microfile. നമ്മൾ ഇങ്ങനെ പഠിച്ചില്ല ലാസ്റ്റ്, ഇങ്ങനെ നമ്മൾ വരച്ചില്ലേ? ഇതാണ് നമ്മുടെ മൈക്രോഫൈൽ റീജിയൻ. ക്ലിയർ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി നോക്കും ചലാസ. ചലാസ മെംബ്രെയിൻ. എന്താണ് ചലാസൽ റീജിയൻ? റെഡി? ദ ഓപ്പോസിറ്റ് അതായത് മൈക്രോഫൈലിന്റെ ഓപ്പോസിറ്റ് തൊട്ട് മുകളിൽ ഇവിടെ നമ്മൾ മൈക്രോഫൈൽ വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ റീജിയൻ അല്ലേ മക്കളെ? ഈ റീജിയൻ, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റീജിയൻ, മൈക്രോഫൈലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റീജിയൻ. The opposite the microphile end is a chalaza, representing എന്താണ്? basal part of the ovule. entrance ൽ ചോദിച്ചത് which is a basal part of the ovule എന്ന് ചോദിച്ചാൽ നമ്മൾ chalaza എന്ന് എഴുതണം. റെഡി? basal part of ovule എന്ന് ചോദിച്ചാൽ chalaza എന്ന് എഴുതണം. റെഡി അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ന്യൂസെല്ലസ്. ടിഷ്യൂ എൻക്ലോസ്ഡ് വിത്ത് എംബ്രിയോ സാക്കിനാണ് നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ആ ടിഷ്യൂസ് ഉണ്ടോ ന്യൂസെല്ലസ്, ഇങ്ങനെ എംബ്രിയോ സാക്കിന് ചുറ്റും ഉണ്ടാകുന്ന കുറേ ടിഷ്യൂസ് ഉണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂസെല്ലസ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? വി കോളിംഗ് ഇറ്റ് ആസ് ന്യൂസെല്ലസ്. ക്ലിയർ? റെഡി? ഇനി നോക്ക്, എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, ഇത് ശ്രദ്ധിച്ചോ? An ovule generally has a single embryo sac formed from megaspore through reduction division. reduction division വഴി ഉണ്ടാവുന്നുണ്ട്. അതായത് 8 ന്യൂക്ലിയേറ്റ് ഉണ്ടാവും, 7 സെൽഡ് ആയിരിക്കും. അതിൽ എത്ര പേര് പോയി എന്നൊക്കെ നമുക്ക് അറിയാം. ശ്രദ്ധിച്ചോ? അപ്പൊ ഏതൊക്കെയാണ് അവസാന പെർസിസ്റ്റ് അവിടെ നിൽക്കുന്നത് നോക്കാം. എഗ് അപ്പാരറ്റസ് അറ്റ് എ മൈക്രോ ഫൈലാർ എൻഡ് ആൻഡ് ഇറ്റ് ഹാസ് 2 സൈനർജിഡ്സും ആൻഡ് ആൻ എഗ്. അപ്പൊ നമുക്ക് 2 സൈനർജിഡ്സും ഉണ്ട്, ഒരു എഗ്ഗും ഉണ്ട്, നമുക്കറിയാം. റെഡി? ഇനി ഫില്ലിഫോമസ് അപ്പാരറ്റസ് അതായത് സൈനർജിഡ്സ് എ സ്പെഷ്യൽ തിക്കനിങ് അറ്റ് ദ മൈക്രോഫൈലാർ ആൻഡ് ഇറ്റ് ഗൈഡ്സ് എ പോളൻ ട്യൂബ്. അതാണ് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ? പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യാൻ കാരണം പോളൻ ഗ്രെയിൻസ് അവിടെ എത്തണ്ടേ, അവിടെ നിന്നാണ് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത്. റെഡി? അപ്പോൾ എന്തൊക്കെയുള്ളത് മെയിനായിട്ട് നമുക്ക്? ആന്റിപോഡൽസ് ഇൻ 3 നമ്പേഴ്സ് ടുവേർഡ്സ് ചലാസൽ എൻഡ്. മുകളിലേക്ക് ആന്റിപോഡൽ സെൽസ് കാണാം, താഴോട്ടേക്ക് മൈക്രോഫൈലർ ലെയറിൽ എന്താ കാണുന്നത് മക്കളെ? മൈക്രോഫൈലർ ലെയറിൽ എന്താ കാണുന്നത്? 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയ അറ്റ് ദ സെൻറ്റർ. അത് സെൻട്രലായിട്ട് കാണുന്നുണ്ട്, നമ്മുടെ ന്യൂക്ലിയസ് സെൻട്രലായിട്ട് കാണുന്നുണ്ട്. താഴോട്ട് മൈക്രോപോളിയർ ലെയർ റീജിയൻ്റെ അവിടെ എന്താണ്? 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയ അറ്റ് പോളാർ ആൻഡ് ബിലോ ദ എന്താണ്? എഗ് അപ്പാരറ്റസ് അല്ലേ മക്കളെ? എഗ് അപ്പാരറ്റസ് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ലേ? സൈനർജിഡ്സിനെ കാണാനില്ലേ? നമ്മൾ സൈനർജിഡ്സിനെ നമുക്ക് കാണുന്നില്ലേ? റെഡി? സൈനർജിഡ്സും എഗ് സെല്ലും.
നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പൊലിപോളാർ റെയിലർ തിക്കനിങ് റീജിയൻ. പിന്നെ ഇത് സെൻട്രലായിട്ട് നമുക്ക് എന്ത് കാണാം, ഹാപ്ലോയിഡ് ആയിട്ട് ന്യൂക്ലിയർ, നടുക്കായിട്ട് ഇതാ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഇതടാ ഇതാ, ഇതാണ് നമ്മൾ ചലാസൽ റീജിയനിലൊക്കെ പറഞ്ഞത്. റെഡി, ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മൈക്രോഫൈല റീജിയനിൽ പറഞ്ഞത്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, കണ്ടോ ന്യൂക്ലിയസ് ഉള്ള. റെഡി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. റെഡി, ഇനി നോക്ക്, നമുക്ക് പ്രോസസ്സ് ഒന്ന് പഠിക്കാം. എന്താണ് മെഗാസ്പോറോജെനിസിസ് എന്ന്? എടാ നോക്ക്, മെഗാസ്പോർ മദർ സെല്ല്, അതായത് MMC എന്ന് പറയുക നമ്മൾ, അത് ഡിപ്ലോയിഡ് ആണ്. സ്പെല്ലിംഗ് നോക്കണം, ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, അത് എന്താണ്, ഡിപ്ലോയിഡ് ആണ്. റെഡി, അപ്പോൾ സെൽസ് ഇൻ ദ ന്യൂക്ലിയസ് നിയർ മൈക്രോഫൈലർ റീജിയൻ അവിടെ ഉണ്ട്. ഇനി അത് മിയോസിസ് ആണ് നടക്കാം. മെഗാസ്പോർ എന്ത് നടക്കും, മിയോസിസ് നടക്കും. അതായത് മെഗാസ്പോർ ഹാപ്ലോയിഡ് എന്ത് ആവും, മോണോസ്പോറിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. മെഗാസ്പോറോജെനിസിസ് നടക്കും. അപ്പോഴെന്താ നടക്കുന്ന മക്കൾ, ഇത് ഒറ്റൊന്നും ഉണ്ടാവും, ഒരു മദർ സെല്ലിൽ നിന്ന് അത് പിന്നീട് ഡിവിഷൻ മിയോസിസ് നടന്നിട്ട് അത് പിന്നീട് ആവുന്നത് എന്താണ്, 4 സെൽസ് ഹാപ്ലോയിഡ്, 3 നിയർ മൈക്രോഫൈല റീജിയനും 1 ഡീജനറേറ്റ് ആൻഡ് ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറും. ആൻഡ് ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, ഫങ്ഷണൽ മെഗാസ്പോർ, അതായത് ഫങ്ഷണൽ മെഗാസ്പോർ ടു എംബ്രിയോസാക്കിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എൻലാർജസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ 2 ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് ഒരു വോൾ ഫോർമേഷൻ ഒക്കെ നടന്ന് അവിടെ ചലാസൽ എൻഡിൽ 3 ഫോം എന്താണ് മക്കളെ, 3 എന്താണ് ആന്റിപോഡൽസ് ഉണ്ടാവുന്നുണ്ട്. മൈക്രോഫൈല റേഞ്ചിൽ 3 ഫോം എഗ് അപ്പാരറ്റസ് ആൻഡ് റിമൈനിങ് 2 ന്യൂക്ലിയർ പോറും ഇൻ ലാർജ്. അപ്പോൾ ഒന്നുമില്ല, സൈനർജിഡ്സും ഒരു എഗ് അപ്പാരറ്റസും ഉണ്ടാവും, മുകളിലോ ആന്റിപോഡൽ സെൽസ് ഉണ്ടാവും, നടുക്കായിട്ട് ന്യൂക്ലിയർ ആയിട്ടുള്ള എന്തുണ്ടാവും, ഒരു സെല്ലും, ഒരു ന്യൂക്ലിയർ പോറും ഉണ്ടാവും, പോളാർ ന്യൂക്ലിയർ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോർമേഷനിൽ വരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ലടാ, ഒരു സിംഗിൾ മദർ സെല്ലിൽ നിന്ന് ഇത് ഇങ്ങനെ ആയിട്ട് മാറുക എങ്ങനെയാണോ, ഈ സാധനമായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട്. ഈ സാധനമായിട്ട് ഇങ്ങനെ മാറുന്നൊരു കണ്ടീഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. അതായത് ഇവിടെ ആൻറ്റിപോഡൽ സെൽസും സൈനർജിഡ്സും എഗ് അപ്പാരറ്റസ്, എക്സൽ, ഇവിടെയോ ന്യൂക്ലിയർ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളൂ, ഇത്രയും കോൺസെപ്റ്റാണ് ഇവിടെ പഠിക്കേണ്ടുള്ളൂ. സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ മൈൻഡിൽ വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏകദേശം ഗൈനീഷ്യത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ മക്കളെ? അപ്പോൾ നമ്മൾ സ്റ്റേമെൻസും അതേപോലെ തന്നെ ഗൈനീഷ്യവും നമ്മൾ പഠിച്ചു, നമ്മൾ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും അതുപോലെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് നോക്കാം. അവിടെ എങ്ങനെയാണ് പോളിനേഷനും കാര്യങ്ങളൊക്കെ നടക്കുക, ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. റെഡി അല്ലേ മക്കളെ? ശ്രദ്ധിച്ചോ? നോക്ക്, ഇതാ സ്ട്രക്ചർ, ഇതാ. നിങ്ങൾ സ്ട്രക്ചർ കണ്ടില്ലെന്ന് പറയണ്ട. നോക്ക്, നമ്മുടെ മൈക്രോഫൈലർ എഞ്ചിൽ ന്യൂക്ലിയസ് വഴി അവിടെ എന്താണ് മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. മെഗാസ്പോർ മദർ സെൽ അവിടെ ഡിവിഷൻ നടക്കുമ്പോൾ ഫൈനലി നമ്മുടെ ഡിവിഷൻ കണ്ട ടെട്രാഡ് ഫോർമേഷൻ, നമ്മുടെ ഡയാഡ്, ഫസ്റ്റ് ഡയാഡ് ഫോം ചെയ്യും, മെഗാസ്പോർ ഡയാഡ് ആവും, 2 ആയിട്ട് ഡിവൈഡ്, ഇതാ ഇങ്ങനെ 1 ആയിട്ടുണ്ടാവും, പിന്നീട് അത് 2 ആയിട്ടുണ്ടാവും, പിന്നീട് അത് 4 ആയിട്ടുണ്ടാവും. അവിടെ നിന്നല്ലേ നമ്മൾ ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് ആവുന്നതെന്ന് പറയുന്നത്. കുറച്ച് പേര്, ഈ 2 പേര് മുകളിൽ ആൻറ്റിപോഡൽ സെല്ലാവും, ഒരാൾ നടുക്കായിട്ട് എന്താ പറയുക നമ്മൾ ന്യൂക്ലിയസ് ഇതാവും, പിന്നീട് ഒരു എക്സെല്ലും പിന്നെ സൈനർജിഡ്സുമായിട്ട് മാറുന്നുണ്ട്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിൾ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഫങ്ഷണൽ മെഗാസ്പോർ പിന്നീട് എൻലാർജസ് ചെയ്തിട്ട് എന്താണ് 2 ന്യൂക്ലിയർ ആൻഡ് മൂവ് ഓപ്പോസിറ്റ് പോൾസ് ടു മൈറ്റോട്ടിക് ഡിവിഷൻ. നമ്മൾ ഏതാ പറഞ്ഞ തന്നെ, ദെൻ ചലാസലിൽ 3 ആൻറ്റിപോഡൽ സെൽസ് ഉണ്ടാവും, മൈക്രോഫൈലർ റേഞ്ചിൽ 3 ഫോം എഗ് അപ്പാരറ്റസ് ഉണ്ടാവും, സൈനർജിഡ്സും എഗ്ഗും ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്താ, 2 പോളാർ ന്യൂക്ലിയർ സെൻട്രൽ ഉണ്ടാകും, സെൻട്രലിൽ 2 പോളാർ ന്യൂക്ലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് വരക്കുന്നത്, ടോട്ടലായിട്ടാണ് ഇങ്ങനെ വരക്കുന്നത്. ഓക്കെ, 2 ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ, തെറ്റിപ്പോരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സിമ്പിൾ അല്ലേ മക്കളെ? ഏകദേശം ഒരു കോൺസെപ്റ്റ് ഐഡിയ കിട്ടിയല്ലോ. റെഡി, ഇങ്ങനെ സാർ നേരത്തെ വരച്ചു കഴിഞ്ഞില്ല, അതേപോലെ വരച്ച് പഠിച്ചാൽ മതി. റെഡി, ഇതാ ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുക. ക്ലിയർ? നമ്മുടെ ചലാസൽ പോയിന്റിൽ ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട്, അത് നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കി വരയ്ക്കുക. ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട്, പോളാർ ന്യൂക്ലിയർ ഉണ്ട് 2 എണ്ണം, ഇതാണ് നമ്മുടെ എഗ് ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ സൈനർജിഡ്സും ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഒന്ന് ചലാസൽ എൻഡിൽ, ഒന്ന് മൈക്രോഫൈലർ എൻഡിൽ. സിമ്പിൾ, ഡാം സിമ്പിളാണ് ഇത്, ഷുവറായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നോക്കാം, നമുക്ക് ഡിഫറൻസ് പഠിക്കാം. ഓക്കെ, നമ്മൾ എന്താ പറയുക, ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോളിനേഷൻ കേസിലേക്ക് പോവാം. ബിഫോർ ദാറ്റ് നമുക്ക് കുറേ എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളും പഠിക്കാനുണ്ട്. വെയിറ്റ്,
ശ്രദ്ധിക്കേ, മൈക്രോസ്പോറോജെനിസിസ്. എന്താണ് മൈക്രോസ്പോറോജെനിസിസ്? ആരുടെ കേസിലുണ്ടാവുന്ന മക്കളെ? മെയിലിന്റെ കേസിലല്ലേ? റെഡി. ഇറ്റ് ഈസ് എ മിയോട്ടിക് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ഫ്രം ഡിപ്ലോയിഡ് മൈക്രോസ്പോർ മദർ സെൽ, അല്ലേ മക്കളെ? അപ്പോൾ ഹാപ്ലോയിഡിൽ നിന്ന് ഡിപ്ലോയിഡ് ആയിട്ട് മദർ സെല്ലിൽ നിന്ന് ഉണ്ടാവുന്ന ഹാപ്ലോയിഡ് ഫോം, അതാണ് എന്ത്? മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് microspores. Ready. The arrangement of microspores in a tetrad is generally tetrahedral. Tetrahedral ആണ്. Ready. All the 4 microspores of a spore tetrad are functional. എല്ലാവരും എന്താണ് മക്കളെ? Functional ആണ്. Microsporogenesis is found inside microsporangium. A large number of microspore mother cells are functional in microsporangium. Similar, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. Ready. In case of megasporogenesis എന്താണ്? Mutant diffusion form of haploid megaspore from diploid megaspore. സെയിം തന്നെയാണ്. റെഡി. അറേഞ്ച്മെന്റ് ഓഫ് മെഗാസ്പോർ ഇൻ ടെട്രാഡ് ഈസ് കോമൺലി എന്താണ്? ലീനിയർ ആണ് മക്കളെ. അത് ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? ലീനിയർ ആയിട്ടാണ് നടക്കുന്നത്. ഓൺലി 1 മെഗാസ്പോർ ഓഫ് എ സ്പോർ ടെട്രാഡ് ഈസ് ഫംഗ്ഷൻ. ഇവിടെ ആരാണ്? ഒരാളല്ലേ ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. ഫീമെയിലിന്റെ കേസിൽ അങ്ങനെയല്ലേ ഉണ്ടാവുക? റെഡി. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻസൈഡ് മെഗാസ്പോറാഞ്ചിയം. ക്ലിയർ. ജനറലി സിംഗിൾ മെഗാസ്പോർ മദർ സെൽ ഫങ്ഷണൽ ഇൻ മെഗാസ്പോർ. അതായത് ഒരാളിൽ നിന്നാണ് നമ്മൾ ഈ ഒറ്റയാൾ പിന്നീട് ഡയാഡായി, പിന്നീട് അത് ഇങ്ങനെയായി, പിന്നീട് അത് ഇങ്ങനെയായി, അങ്ങനെയല്ലേ നമ്മളെ ഫോർമേഷൻസ് ആയത്, ഇതിലേക്ക് എത്തിയത്. സിമ്പിൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ഒന്ന് പഠിച്ച് വെക്കുക. കമ്പാരിസൺ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. റെഡി. പോളിനേഷൻ. നമുക്കിനി പോളിനേഷൻ്റെ കേസ് പറയാം. എന്താണെടാ പോളിനേഷൻ? എന്താണ് പോളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം എവിടെ നിന്നാണ്? ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക്. റെഡിയല്ലേ? നമുക്ക് നോക്കാം മക്കളെ. നോക്കടാ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് പിസ്റ്റിൽ ടേംഡ് ആസ് എന്താണ്? പോളിനേഷൻ അല്ലേ? അത് പോളിനേഷൻ എന്തെന്ന് വെച്ചാൽ ആന്തറിൽ നിന്നുണ്ടാവും നമ്മളെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവില്ലടാ. അത് നേരെ എന്താ പറയുക, അത് ഇൻ കേസ് ഓഫ് വിൻഡ് വഴിയാവാം, പല ഏജൻസ് വഴിയാവാം. ഇങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഏജൻസ് വഴിയാവാം, ഇൻസെക്ട്സ് വഴിയാവാം. അതെന്ത് ചെയ്യും? ഇത് എടുത്തിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് എവിടത്തേക്ക് എത്തുന്നുണ്ട് മക്കളെ? സ്റ്റിഗ്മ ഓഫ് പിസ്റ്റിലടാ, സ്റ്റിഗ്മയിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സ്റ്റിഗ്മയിലേക്ക്, സ്റ്റൈൽ സ്റ്റിഗ്മ ഓവറി പഠിച്ചില്ലേ? അപ്പോൾ സ്റ്റിഗ്മയിൽ എത്തുന്നുണ്ട്. അത് നേരെ സ്റ്റൈലിലൂടെ എവിടെ എത്തും മക്കളെ? ഓവറിയിലേക്ക് എത്തുന്നില്ലേ? പഠിച്ചില്ലേ നമ്മൾ? റെഡി. അവിടെ നിന്ന് ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ പോയി, ഇതിൽ കൂടി ഇങ്ങനെ പോയി ഇവിടെ എത്തി, ഇവിടുന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. റെഡി. ഇത്രയും സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് അല്ലേടാ? സിമ്പിൾ അല്ലേ? അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ പിസ്റ്റിൽ ഈസ് ടേംഡ് ആസ് വാട്ട്? പോളിനേഷൻ. റെഡി. എടാ, കൈൻഡ്സ് ഓഫ് പോളിനേഷൻ നമുക്ക് 2 തരം പോളിനേഷൻ ഉണ്ട്. ഒന്ന് സെൽഫ് പോളിനേഷനും അടുത്തത് ക്രോസ് പോളിനേഷനും. സെൽഫ് എന്ന് പറയുമ്പോൾ സെയിം ഫ്ലവറിലേക്കും, ക്രോസ് എന്ന് പറയുമ്പോൾ വേറെ ഫ്ലവേഴ്സിലേക്കും. ഇത്രയും കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? ക്രോസ് എന്ന് പറയുമ്പോൾ ക്രോസിങ് ചെയ്യുക, വേറൊന്നിലേക്ക് അല്ലേ? സെൽഫ് എന്ന് പറയുമ്പോൾ സ്വന്തം എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഇങ്ങനെയാണെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ. എന്താണെടാ ക്രോസ് പോളിനേഷൻ? ഐ മീൻ സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ ഫസ്റ്റ് നമുക്ക് പഠിക്കാം. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ പോളിനേഷൻ വിത്തിൻ ദ സെയിം ഫ്ലവറിൽ. സെൽഫ് എന്ന് പറയുമ്പോൾ എന്താണെടാ? സെയിം ഫ്ലവറിൽ, സെയിം ആയിട്ടുള്ള ഫ്ലവറിൽ ഉണ്ടാകുന്ന പോളിനേഷൻ. റെഡി. ഒക്കേഴ്സ് ഇൻ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. മെയിൻലി ഒക്കേഴ്സ് ഇൻ ആരാണ്? ബൈസെക്ഷലിൽ നടത്താൻ പറ്റൂ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. അതിൽ 2 ആളുള്ളത്, മെയിലും ഫീമെയിലും ഉള്ളത്. അപ്പം ഒക്കേഴ്സ് ഇൻ എന്താണ്? ബൈസെക്ഷൽ ഫ്ലവറിലാണ്. ഹാവിങ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. ഓക്കെ, മെച്യൂറിങ് അറ്റ് സെയിം ടൈം. ഫോർ എക്സാമ്പിൾ വീറ്റ്, പീസിൻ്റെ ഒക്കെ കേസിലാണ് എന്ത് നടക്കുന്നത്? സെൽഫ് പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ പോളിനേഷൻ വിത്തിൻ സെയിം ഫ്ലവർ ഒക്കേഴ്സ് ഇൻ ബൈസെക്ഷൽ പ്ലാന്റ്സ് ഹാവിങ് എന്താണ്? ആന്തർ ആൻഡ് സ്റ്റിഗ്മ. റെഡി. വീറ്റും പാഡിയൊക്കെയാണ് എക്സാമ്പിൾ. അതിൻ്റെ ഒരു ആളാണ്, അതിൻ്റെ ഒരു ടൈപ്പായിട്ടുള്ള ഒരാളാണ് ഓട്ടോഗമി എന്ന് പറയാം. എന്താ നമ്മൾ പറയാം മക്കളെ?
ഓട്ടോഗമി എന്ന് പറയും. എന്താണ് ഓട്ടോഗമി? പോളിനേഷൻ വിത്ത് സെയിം ഫ്ലവർ. അതന്നെ, അതായത് നമ്മുടെ സെൽഫ് പോളിനേഷൻ്റെ കേസിൽ തന്നെ. ഇൻ ഓപ്പൺ ആൻഡ് എക്സ്പോസ്ഡ് ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ ഓട്ടോഗമി റെയർ ആണ്. ഓപ്പണും ആയിട്ടും എന്താ പറയുക എക്സ്പോസ് ആയിട്ടുള്ള ആന്തേഴ്സിൽ ഓട്ടോഗമി നടക്കാൻ എന്താണ് റെയർ ആയിട്ടേ നടക്കുകയുള്ളൂ. അതായത് ഇൻ ഓപ്പൺ ആൻഡ് എക്സ്പോസ്ഡ് ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ ഓട്ടോഗമീസ് റെയർ ആണ്. അവിടെ റെയർ ആയിട്ടേ നടക്കുകയുള്ളൂ. റെഡി. ഇനി നോക്ക്, വയോള, ഒക്സാലിസ്, കമീനീലിയ പ്രൊഡ്യൂസ് 2 types ഓഫ് ഫ്ലവേഴ്സ്. ഇനി ഇവർ കുറച്ച് പേരുണ്ട്. ആരൊക്കെയാണ് മക്കളെ? വയോള, ഒക്സാലിസും കമീനീലിയയിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സിൽ കുറച്ച് ഒരു എന്താണ് പ്രൊഡ്യൂസ് 2 types ഓഫ് ഫ്ലവേഴ്സ്, 2 തരം ഫ്ലവേഴ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ചാസ്മോഗാമസും അതേപോലെ തന്നെ എന്താണ് ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സും. എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഉള്ള ആളുകൾ എന്താണ് മക്കളെ? ചാസ്മോഗാമസ് ആണ്. എക്സ്പോസ്ഡ് ആന്തറും, എക്സ്പോസ്ഡ് ആയി നിൽക്കുന്ന ആന്തറും സ്റ്റിഗ്മയും. ഇനി മറ്റേതോ ക്ലിസ്റ്റോഗാമസിൽ എന്താ പറയുമ്പോൾ ക്ലോസ്ഡ് ആന്തേഴ്സും സ്റ്റിഗ്മ ആയിരിക്കില്ലടാ. അതിൽ രണ്ടും ഉണ്ടാവും. ഓട്ടോഗമിയിൽ റെയറാണ്, അത് രണ്ടും ഉണ്ടാവുന്നുണ്ട്. രണ്ടും ഉണ്ടാവുന്ന കേസിലാണ്. ഇനി അതിൽ തന്നെ ടൈപ്പായിട്ട് നമുക്ക് പറയാം സെപ്പറേറ്റ് ആയിട്ട് ചാസ്മോഗാമസും ഉണ്ട്, അതേപോലെ തന്നെ ക്ലിസ്റ്റോഗാമസും ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഒരാൾ എക്സ്പോസ്ഡ് ആണ്, ഒരാൾ ക്ലോസ്ഡ് ആണ്. ഓട്ടോഗമിൻ്റെ കേസിൽ രണ്ടുപേരും മിക്സ്ഡ് ആണ്. റെഡി? ഇത്രയേ ഉള്ളൂ. നോക്ക്, ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ ഈസ് ഇൻവാരിയബിളി ഓട്ടോഗാമസ്. ഇൻവാരിയബിൾ എന്താണത്? ഓട്ടോഗാമസ് ആണ്. ആൻഡ് അഷ്യൂർഡ് സീഡ് സെറ്റ് ഈവൺ ഇൻ ആബ്സെൻസ് ഓഫ് പോളിനേറ്റർ. അവിടെ എന്തുണ്ടാവും മക്കളെ? സീഡ് സെറ്റ് ഇൻ ആബ്സെൻസ് ഓഫ് എന്താണ്? സീഡ് അവിടെ സെറ്റ് ആവുന്നുണ്ട്. ആബ്സെൻസ് ഓഫ് എന്താണ്? പോളിനേറ്ററിന്റെ ആബ്സെൻസ് തന്നെ അവിടെ സീഡ്സ് സെറ്റ് ആവുന്നുണ്ട്. ക്ലിയർ? റെഡി? ഇതാണ് ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നോക്ക്, ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ മെയിനായിട്ട് പറയാം നമ്മൾ? ക്രോസ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ പോളിനേഷൻ വിത്തിൻ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് അല്ലേ? വേറെ വേറെ ഫ്ലവേഴ്സിൽ ഉണ്ടാകുന്ന പോളിനേഷനാണ് ക്രോസ് പോളിനേഷൻ. അതിൽ നിങ്ങൾ സീനോഗമി എന്ന് പറഞ്ഞ ടേം പഠിക്കണം. സീനോഗമി എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോളെ. സീനോഗമി, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഡിഫറെൻറ്റ് പ്ലാന്റ് ആണ്. ഓഫ് എ ഡിഫറെൻറ്റ് പ്ലാന്റ്. അതിനാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. സീനോഗമി നിങ്ങൾ ടേം ആലോചിക്കുക. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ആസ് എന്താണ്? ക്രോസ് പോളിനേഷൻ. സീനോഗമി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് നോൺ ആസ് എന്താണ്? ക്രോസ് പോളിനേഷൻ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ബ്രിങ്സ് ജെനറ്റിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് ടു സ്റ്റിഗ്മ. എന്താണ്? ഇറ്റ് ബ്രിങ്സ് ജെനറ്റിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് ടു സ്റ്റിഗ്മ. ജെനറ്റിക്കലി ഇറ്റ് ബ്രിങ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് എന്താണ്? ടു സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് അത് ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ? സോ ഇറ്റ് ബ്രിങ്സ് ജെനറ്റിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് ടു സ്റ്റിഗ്മ. ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ആസ് ക്രോസ് പോളിനേഷൻ. അതാണ് സീനോഗമി. ക്ലിയർ? ഔട്ടൊന്നുമില്ലല്ലോടാ. ഇനി നോക്കാം നമുക്ക് ആ കേസിലെ ഫ്ലവേഴ്സിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് അനലൈസ് നോക്കുക. നിങ്ങൾ ഇവിടെ ഓരോന്ന് കണ്ടോ? ചാസ്മോഗാമസ് ഫ്ലവർ കണ്ടോ നിങ്ങൾ? ഇതെങ്ങനെയാണ് ചാസ്മോഗാമസ് എന്ന് പറയുമ്പോൾ? എക്സ്പോസ്ഡ് ആണ്. എക്സ്പോസ്ഡ് അല്ലേ? ഇവിടെ കണ്ടോ? ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇതൊക്കെയാണ് ക്രോസ് പോളിനേഷനും ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ക്ലിയർ? സിമ്പിൾ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലടാ? റെഡി? നോക്ക്, ഒരു ക്രോസ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഏജൻസ് വഴി ഇത് വേറൊരു ഫ്ലവർ, ഏതെന്നുള്ള ഫ്ലവർ, ഇത് വേറെ ഒരു പ്ലാന്റ്. ഈ പ്ലാന്റിന് ഇൻസെക്റ്റ് വഴിയോ അല്ലെങ്കിൽ കാറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഇത് വഴിയോ അപ്പുറത്തേക്ക് എത്തി പോളിനേഷൻ നടന്ന് ഇവിടെ ഒരു പുതിയ ആളാവുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, ഇതിൽ നിന്ന് തന്നെ ഇതിലേക്ക് പോകുന്നതാണ് നമ്മുടെ എന്താണ് സെൽഫ് പോളിനേഷൻ. അത് ഓട്ടോഗമി ഉണ്ടാവും, ജെന്റിനോഗമി ഉണ്ടാവും. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ക്ലിയർ ആയ കോൺസെപ്റ്റ്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു പോളിനേഷൻ്റെ കേസിൽ നമുക്ക് പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഏജൻസ് ഓഫ് പോളിനേഷനെ കുറിച്ച് ഇനി അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ആഫ്റ്റർ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആണ്. ഇനി നമ്മൾ പ്രീ ആണ് പഠിച്ചത്. ഇനി നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട അല്ലേ മക്കളെ? ആരൊക്കെയാണ് ഈ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഇവോൾവ് ചെയ്യുന്നത്, ഓരോരോ ആളുകളെ കുറിച്ച് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ഈ ചാപ്റ്റർ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര വലിയ ചാപ്റ്റർ ആയിരിക്കും, പക്ഷേ കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് പഠിച്ചു. നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ആരൊക്കെയാണ് ആലോചിച്ചത്? മെയിനായിട്ട് നമ്മൾ വേണ്ട ആളുകൾ ആരാണ്? ആന്തറിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. സ്റ്റാമിൻസിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ആന്തറല്ല, സ്റ്റാമിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഗൈനീഷ്യത്തിനെ കുറിച്ച് പഠിച്ചു. പിന്നെ പോളിനേഷനെ കുറിച്ച് പഠിച്ചു. ക്രോസ് പോളിനേഷനും സെൽഫ് പോളിനേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ അതിൻ്റെ മെഗാസ്പോറോജെൻസിസും മൈക്രോസ്പോറോജെൻസിസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളിതൊന്നും മറക്കരുത്, ഇതൊന്നും നല്ല രീതിയിൽ പഠിക്കുക, ഇത് റിവൈസ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.